വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഒക്കെ ഇരിക്കുവാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒട്ടും പ്രീ പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പ് പോവാണ്. എല്ലാവർക്കും ഇന്ന് അവധിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ട്രിപ്പ് പോവാന്ന് കരുതി. നമ്മളൊരു ഈവനിങ് ടൈമാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരു ചൂട് കോഫി കുടിക്കാന്നൊക്കെ കരുതി നമ്മളൊരു ബേക്കറി ഉണ്ടെങ്കിൽ ഗ്രാൻഡ് ബേക്കേഴ്സ് എന്നാണ് ഈ ഒരു ബേക്കറിയുടെ പേര്. നമ്മൾ കൊട്ടിയത്തേക്ക് പോവില്ലേ, ആ ഒരു വഴിയിലാണ് ഈ ഒരു ബേക്കറി ഉള്ളത്. ഏതൊരു മലയാളികൾക്കും 4 മണി എന്നുള്ളത് സമയമുണ്ടെങ്കിൽ ചായ കുടിക്കുക എന്നുള്ളൊരു ശീലമാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് കറക്റ്റ് ഒരു 4 മണിയാകുമ്പോൾ ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര തലവേദനയാണ്. ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ തലവേദന പോകും. അങ്ങനെ നമ്മൾ ബേക്കറിയിലേക്ക് കയറിയിരുന്നു. ഫ്രണ്ടിൽ തന്നെ മെനു കാർഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. ഷാർജ, ഷേക്ക്, പിസ്സ, ബർഗർ, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഓരോന്ന് നോക്കുവാണ്. എല്ലാവർക്കും പലതരം ഇഷ്ടമായിരുന്നു. പിള്ളേര് സെറ്റൊക്കെ ഷാർജയും ഷേക്കും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അവർക്ക് പിന്നെ ഇതൊക്കെ മതിയല്ലോ, കോഫി വേണമെന്നില്ലല്ലോ. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ബേക്കറിയോട് ബൈ ബൈ പറഞ്ഞിറങ്ങുവാണ്. പിള്ളേര് സെറ്റിനൊക്കെ കടയിൽ നിന്ന് ഇറങ്ങാൻ ഒരു മടിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിടിച്ച് വലിച്ചുകൊണ്ട് പോയതാണ്. അത്രയ്ക്ക് പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളങ്ങനെ പരവൂർ കാപ്പിൽ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് കടലും ഒരു സ്ഥലത്ത് കായലുമാണ്. ഇതിൻ്റെ രണ്ടും കൂടെ സംഗമ സ്ഥലമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതിനാണ് കാപ്പിൽ കടപ്പുറം. ഇവിടെ കുറേ കാറ്റാടി മരങ്ങളുണ്ട്. അതിൻ്റെ നടുവിലൂടെ പോകുമ്പോൾ ഉള്ള വൈബുണ്ടല്ലോ, അത് സൂപ്പറാണ്. പിന്നെ കായലും കടലും കൂടെ സംഗമിക്കുന്ന സ്പോട്ടിലേക്ക് എത്താനാണെങ്കിൽ കുറച്ചധികം നടക്കേണ്ടി വരും. ഫൈനലി നമ്മൾ ആ സ്പോട്ടിൽ എത്തിയിരിക്കുവാണ്. പക്ഷെ കുറച്ചധികം നടന്നുകൊണ്ട് തന്നെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പാറയുടെ മണ്ടയ്ക്ക് അങ്ങ് ഇരിക്കാമെന്ന് കരുതി. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെയാണെങ്കിൽ കായലെന്ന് പറഞ്ഞാൽ നടുക്കങ്ങ് ഇറങ്ങി കുളിക്കാവുന്ന അത്ര ആഴവേ ഉള്ളൂ. എല്ലാവരും കായലിൻ്റെ നടുക്ക് നിൽക്കുന്ന കണ്ടപ്പോൾ പിള്ളേർക്കെല്ലാം അപ്പം തന്നെ ചാടി ഇറങ്ങണം. സത്യം പറഞ്ഞാൽ എനിക്കും ചാടി ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എക്സ്ട്രാ ഡ്രസ്സ് കയ്യിലെടുക്കാത്തതുകൊണ്ട് മാത്രം ഞാനിവിടെ നിൽക്കുക. അപ്പോൾ ഇതാണ് ആ ഒരു വ്യൂ. കായലും കടലും കൂടെ സംഗമിക്കുന്ന നല്ലൊരു വ്യൂ ആണിത്. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ ഒരു കൗതുകം ഉണ്ട് കേട്ടോ. കായലിൻ്റെ നടുക്കൂടെ നിന്ന് കുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടാണ്. പക്ഷേ ഈ ഒരു കായലിലാണെങ്കിൽ അങ്ങ് വരെ ഇറങ്ങിച്ചെല്ലാം. പക്ഷെ നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് സന്ധ്യയായി. പക്ഷേ ഇവിടുത്തെ നൈറ്റ് വൈബ് പൊളിയാണ് കേട്ടോ. കാരണം അപ്പുറം ഇപ്പുറം ഒരുപാട് വഴിയോരക്കടകളുണ്ട്. കൊല്ലം ജില്ലയിലെ പരവൂർ എന്ന പ്ലേസിലാണ് ഈ ഒരു ബീച്ചുള്ളത്. ആരും മിസ് ചെയ്യരുത്, മസ്റ്റ് വാച്ചാണ്. അപ്പോൾ ഓക്കെ, നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.